ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. മഴയെത്തും മുൻപേ. മഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെല്ലാം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. സ്നേഹം കൂടുമ്പോൾ ഞങ്ങളതിനെ ഇഷ്ടമുടിക്കായലെന്നും വിളിച്ചിരുന്നു. ആകാശത്തിൽ കാർമേഘം മൂടി നിറയുമ്പോൾ തന്നെ മഴയുടെ വരവ് കാണാൻ ഞങ്ങൾ കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും. ആദ്യം മഴ പെയ്തു തുടങ്ങുന്നത് അക്കരെയാണ്. തെങ്ങോലയുടെ പച്ചപ്പ് നിറഞ്ഞ അക്കരയിൽ തുടങ്ങുന്ന മഴ പെട്ടെന്ന് കായലിലേക്ക് പടരും. മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുന്ന കായലും മഴയുടെ മൂടുപടമിട്ട മങ്ങിയ അക്കരയും ഒരിക്കലും മറക്കാത്ത കാഴ്ചയാണ്. ക്രമേണ മഴ ഇക്കരയിലേക്ക് പെയ്തു വരും. ദൃശ്യവിസ്മയം തീർക്കുന്ന മഴയ്ക്ക് ഒരു സംഗീതമുണ്ട്. ആരവത്തോടെയാണ് മഴ ഇക്കരയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും മഴ വരുന്നേ എന്ന ആഹ്ലാദത്തോടെ കൂവി വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറും. ഞങ്ങളുടെ വീട്ടിൽ കേട്ടാണ് അമ്മമാർ മുറ്റത്തുണക്കാനിട്ട തുണി പെറുക്കാനും വിറകെടുക്കാനും പറയുന്നത്. മഴയത്തെ കുളി മറക്കാനാവാത്ത മറ്റൊരനുഭവമാണ്. ഡോക്ടർ M.R. തമ്പാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലേഖകൻ ജനിച്ചതും വളർന്നതും എവിടെയാണ്? ഉത്തരം അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത്. കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തിനെയായിരുന്നു? മഴയുടെ വരവ് കാണാൻ. മഴ വന്നേ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും? ആഹ്ലാദം. മഴയോടൊപ്പം മറക്കാത്ത മറ്റൊരനുഭവം മഴയത്തെ കുളി. എഴുത്തുകാരൻ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് കുട്ടിക്കാല അനുഭവങ്ങൾ. പ്രവർത്തനം 2. സംഭാഷണം. വീട്ടുമുറ്റത്തെ വെള്ളില വള്ളിയിലെ മുട്ടുകൾ അതിരാവിലെ സൂര്യനെ കാത്തിരിക്കുകയാണ്. സൂര്യനെ കാണാത്തതിനാൽ വള്ളികൾക്കും മുട്ടുകൾക്കും പരിഭവമുണ്ട്. ഉദിച്ചു വരുന്ന സൂര്യനോട് അവർ നടത്തുന്ന സംഭാഷണം എഴുതുക. ഉത്തരം. വീട്ടുമുറ്റത്തെ വെള്ളില വള്ളിയിലെ അതിലെ മുട്ടുകൾ ഉണർവില്ല. അവ സൂര്യനെ കാത്തിരിക്കുന്നു. ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നു. മുട്ടുകൾ. അയ്യോ, ഇന്നും ഇത്ര വൈകി. സൂര്യ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? വള്ളികൾ. ആകാലോ, നിന്റെ കിരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുഴുവനും ക്ഷീണിച്ചു പോകും. സൂര്യൻ. ക്ഷമിക്കണം കൂട്ടുകാരെ, ഞാൻ അസ്തമിച്ച ശേഷം സകലവും വിശ്രമിച്ചു. ഇന്ന് വീണ്ടും ഒരു പുതിയ തുടക്കം. മുട്ടുകൾ. അപ്പോഴാണോ നീ വരുന്നത്? ഞങ്ങൾക്ക് തഴച്ചു വളരണമെങ്കിൽ നിന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. വള്ളികൾ. അതെ, നിന്റെ നന്മയെ ഞങ്ങളുടെ ഉണർവിനെയും പക്വതയും ഉറപ്പിക്കുന്നു. സൂര്യൻ. അതെ, എൻ്റെ കിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വീഴുമ്പോൾ നിങ്ങൾ മനോഹരമാകും, ചിരിച്ചുല്ലസിക്കും, തിളങ്ങും. മുട്ടുകൾ. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ പൂത്തു മഞ്ഞു മലർന്നു നിൽക്കും. സൂര്യൻ. അതായിരിക്കും ഭൂമിയിലെ മനോഹര കാഴ്ചകളൊന്ന്. ഞാനിപ്പോൾ എൻ്റെ ചൂടൻ കിരണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. വള്ളികൾ. നന്ദി സൂര്യദേവ, ഇപ്പോൾ ഞങ്ങൾ തഴച്ചു വളരട്ടെ. വെള്ളിലെ വള്ളികളും മുട്ടുകളും സൂര്യൻ്റെ കിരണങ്ങൾ ആസ്വദിക്കും. ക്വസ്റ്റ്യൻ ബി. ഏതു രീതിയിൽ കുറ്റമറ്റതായിരുന്നു അവരുടെ വിരൽപ്പാടുകൾ? ആരുടെ? കുട്ടികളുടെ. കുട്ടികൾ കളിച്ചുകൊണ്ട് വേലിപ്പറമ്പിൽ പതിച്ച പാദങ്ങൾ, അവരുടെ വിരൽപ്പാടുകളെല്ലാം പ്രകൃതിയുമായി ഒത്തുചേർന്ന കാഴ്ചകളായിരിക്കും. ഈ വരികൾ അവർ കുറിച്ച മനോഹര ചിന്തകളെയും കുട്ടിക്കാലത്തിൻ്റെ നിർഭാഗ്യമായ മഹിതയും സൂചിപ്പിക്കുന്നു. പ്രവർത്തനം 3. പഴഞ്ചൊൽ വ്യാഖ്യാനം. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരി. നിങ്ങൾക്ക് ധാരാളം പഴഞ്ചൊല്ലുകൾ അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എഴുതി വ്യാഖ്യാനിക്കുക. പഴഞ്ചൊൽ വ്യാഖ്യാനം. കൈ കൊടുത്താൽ കയ്യെ പിടിക്കും. ഈ പഴഞ്ചൊല്ല് സഹായമൊരുക്കുന്നവർക്കും നല്ല മനസ്സുള്ളവർക്കും ജീവിതത്തിൽ സുഹൃത ഫലങ്ങൾ ലഭിക്കുമെന്നതിൻ്റെ പ്രതീകമാണ്. നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒരിക്കൽ തിരികെ ലഭിക്കും. ഇതിൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. നല്ല പ്രവൃത്തികൾ നല്ലതായും തെറ്റായ പ്രവൃത്തികൾക്ക് തെറ്റായും ഫലങ്ങൾ ലഭിക്കും. സാമൂഹ്യ ജീവിതത്തിൽ പരസ്പര സഹായം നിർബന്ധമാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കില്ലായിരിക്കും, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ പഴഞ്ചൊല്ല് നന്മയെ സദാചാരബോധത്തോടെ ഉള്ളൊഴുക്കോടെയും ഇരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി. നിലമറിഞ്ഞ് വിത്തിടണം എന്നത് എന്തുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ്? കൃഷി. ഈ പഴഞ്ചൊല്ല് എന്തു ചെയ്യുമ്പോഴും ആലോചിച്ച് അവബോധത്തോടും പ്രവർത്തിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു കർഷകൻ വിത്തിടുമ്പോൾ മണ്ണിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ ജീവിതത്തിലും ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇതിൻ്റെ സന്ദേശം. നെക്സ്റ്റ് പ്രവർത്തനം 4. കുറിപ്പ്. അമ്മുവിനെയും മുത്തശ്ശിയെയും ഓർമ്മയില്ലേ? തമ്മിൽ നല്ല ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും. അമ്മുവിൻ്റെ മുത്തശ്ശിയെപ്പോലെ പ്രിയപ്പെട്ടവർ നമുക്കുമില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സൂക്ഷിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനു നല്ല മനസ്സുള്ള സഹാനുഭൂതിയുള്ളവരാണ്. അവൻ എപ്പോഴും സന്തോഷവാനുമാണ്. സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന വിശ്വാസയോഗ്യനായ ഒരാളായതിനാൽ ഞാൻ അവനുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നു. അവൻ
സ്വഭാവത്തിൽ പ്രധാന സവിശേഷത ഹാസ്യവൃത്തിയാണ്. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ക്ലാസ്സിൽ പഠനത്തിൽ മികച്ചതും കായികക്ഷമതയുമുള്ളതും മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുമാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം വളരെ സന്തോഷപ്രദമാണ്. സുഹൃത്തുക്കൾ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ അനു എന്നേക്കാൾ വിലപ്പെട്ട ഒരാളാണ് എനിക്ക്. ക്വസ്റ്റ്യൻ ബി. ചിറകു വിടർത്തി ടാറ്റ കാട്ടി മറഞ്ഞു പോയത് ആരാണ്? ഉത്തരം പൂമ്പാറ്റ. പ്രവർത്തനം 5. ആസ്വാദനം. വെള്ളിലെ വള്ളികളുടെ മനോഹാരിത നിങ്ങൾ പഠിച്ചില്ലേ? ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടം പരിചയപ്പെട്ട ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു കവിത താഴെ കൊടുത്തിട്ടുണ്ട്. ആ കവിത വായിച്ച് നിന്നൊരു ആസ്വാദനം എഴുതാനാണ് നമ്മുടെ ചോദ്യം. ആസ്വാദനം. പി. മധുസൂദനൻ രചിച്ച ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടം എന്ന കവിത ഒരു കുട്ടിയുടെ സ്നേഹപൂർവ്വമായ പരിശ്രമത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് പരിചയപ്പെടുത്തുന്നു. കുട്ടിയുടെ ലാളിത്യവും പൂന്തോട്ടത്തിലെ കാഴ്ചകളും ഈ കവിത മനോഹരമായി ചിത്രീകരിക്കുന്നു. കവിതയിൽ ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ വ്യത്യസ്തതയും അവയുടെ സൗന്ദര്യവും മനോഹാരിതയും പ്രതിഫലിപ്പിക്കുന്നു. കുലയായി പൂത്തുകിടക്കും കുടമുല്ല ചെടി എന്ന വരി ചെടികളുടെ ആകർഷകത്വം തെളിയിക്കുന്നു. അതുപോലെ പനിനീർപ്പൂ, നന്ദ്യാർവട്ടം, മഞ്ഞച്ചിത്തികൾ, മന്ദാരം എന്നിവയെല്ലാം പൂന്തോട്ടത്തിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. കവിതയുടെ ഭാഷ അതിയായ ലാളിത്യത്തോടെ തികച്ചും ദൃശ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു. പൂക്കളെ എങ്ങനെ നോക്കി നടക്കാൻ ഉണ്ണിക്കുട്ടന് സന്തോഷം എന്ന വരിയിൽ കുട്ടിയുടെ പ്രകൃതിപരവും ആനന്ദവും വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നു. കവിതയിൽ പ്രായോഗിക ഭംഗിയും ലാളിത്യവും പൊടിപടർന്നു നിൽക്കുന്നു. കുട്ടിയുടെ നിരപരാധിത്വവും അവരുടെ ചെറിയ പ്രപഞ്ചം എത്ര സുന്ദരമാണ് എന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉണ്ണിക്കുട്ടൻ്റെ പൂന്തോട്ടം പ്രകൃതിയെ സ്നേഹിക്കാൻ ഓരോരുത്തരിലും ആകർഷണം ഉണ്ടാക്കുന്ന കവിതയാണ് എന്ന് ഈ ആസ്വാദനക്കുറിപ്പിലൂടെ വ്യക്തമാക്കാൻ കഴിയും. പ്രവർത്തനം 6. താരതമ്യക്കുറിപ്പ്. ജീവിതത്തിൽ നർമ്മമുള്ള ആളാണ് മുല്ല. തൻ്റെ പ്രവൃത്തി കൊണ്ട് ആളുകളെ ചിന്തിപ്പിച്ചവനാണ് മുട്ടത്ത് നമ്പൂതിരി. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഇവരെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മുല്ലയും മുട്ടത്ത് നമ്പൂതിരിയും 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു സാമ്യമുണ്ട്. മുല്ല ജീവിതത്തിൽ നർമ്മത്തോട് പെരുമാറുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ സാഹസികതയും ഹാസ്യബോധവും ആളുകളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. മറുവശത്ത് മുട്ടത്ത് നമ്പൂതിരി തൻ്റെ ഗംഭീര പ്രവൃത്തികളിലൂടെ ആളുകളെ ചിന്തിപ്പിക്കുകയും ആഴമുള്ള സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇവർ ഇരുവരും തങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്നു. ഒരാൾ ചിരിയിലൂടെയും മറ്റാൾ ചിന്തയിലൂടെയും ജീവിതത്തെ സമ്പന്നമാക്കുന്നു.